ID കാർഡ് കാണിക്കാൻ ആവശ്യപ്പെട്ട യുവാവിനെ പോലീസ് മർദ്ദിച്ചതായി പരാതി. കള്ളക്കേസിൽ കുടുക്കുകയും ചെയ്തു. സംഭവത്തിൽ കുണ്ടറ മുൻ SHO ഉൾപ്പെടെ 4 പോലീസുകാർക്കെതിരെ കോടതി ക്രിമിനൽ കേസെടുത്തു. കുണ്ടറ പോലീസ് സ്റ്റേഷനിലെ മുൻ SHO രതീഷ, സബ് ഇൻസ്പെക്ടർ അംബരീഷ്, CPOമാരായ അരുൺ, മനു എന്നിവർക്കെതിരെയാണ് കോടതി ക്രിമിനൽ കേസെടുത്തത്. കൊല്ലം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത സമൻസ് അയക്കാൻ ഉത്തരവിട്ടത്. ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെ സൂര്യ S. സുകുമാരൻ പുറപ്പെടുവിച്ച ഉത്തരവിലാണ് നടപടി. അഭിഭാഷകനായ ഹാരിസ് റാവുത്തർ മുഖേന സിനിലാൽ എന്നയാൾ നൽകിയ സ്വകാര്യ അന്യായത്തിലാണ് പോലീസുകാർക്കെതിരെ ക്രിമിനൽ കേസെടുത്തിട്ടുള്ളത്. 2023 മാർച്ച് 13 രാത്രി കരിക്കോട് TKM ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് സമീപത്തെ വീട്ടിലാണ് SI അംബരീഷും CPOമാരായ അരുണും മനുവും പോലീസ് ഉദ്യോഗസ്ഥരും മഫ്തിയിലെത്തിയത്. സാധാരണ യുവാക്കളെ പോലെ ഫ്രീക്ക് ലുക്കിലെത്തിയ ഇവർ പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞു. എന്നാൽ ഇത് തെളിയിക്കാൻ ആവശ്യമായ രേഖ കാണിക്കാൻ യുവാവ് ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ചതിലുള്ള വിരോധത്തെ തുടർന്ന് സിനിലാലിനെ ക്രൂരമായി മർദ്ദിക്കുകയും ബലമായി കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. വീട്ടിനുള്ളിൽ അപ്രതീക്ഷിതമായി എത്തിയ പോലീസുകാരെ കണ്ട സ്ത്രീകൾ ഭയന്ന് നിലവിളിച്ചിരുന്നു. ഈ സമയമാണ് സിനിലാൽ ഇവിടേക്ക് എത്തുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ തങ്ങളുടെ അധികാരപരിധി ലംഘിച്ചാണ് കിളികൊല്ലൂർ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ കടന്നു കയറിയത്. പൗരൻ ആവശ്യപ്പെട്ടിട്ടും തിരിച്ചറിയൽ രേഖ കാണിക്കാൻ തയ്യാറാകാതിരുന്നത് അധികാര ദുരുപയോഗത്തിന്റെയും നിയമലംഘനത്തിന്റെയും ഭാഗമാണെന്ന് അന്യായത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. പ്രാഥമികമായി കേസെടുക്കാൻ സാഹചര്യമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കോടതി ക്രിമിനൽ നടപടികൾ ആരംഭിക്കാൻ ഉത്തരവിട്ടത്. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ ഗുരുതര ആരോപണങ്ങളിൽ സ്വകാര്യ അന്യായത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതി ക്രിമിനൽ നടപടികൾ ആരംഭിച്ചതെന്നത് ശ്രദ്ധേയമായ നിയമ വികസനമായാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.